വെൽക്കം ഓൾ ഓഫ് യു. താഹിമനാണ്. നെർവസ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്, സെക്കൻഡ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂറോൺസിനെ കുറിച്ചിട്ടാണ്. ന്യൂറോൺസിന്റെ ബേസിക് സ്ട്രക്ചർ നമ്മൾ പറയും, പിന്നീട് വിവിധ തരത്തിലുള്ള ന്യൂറോൺസ്, ടൈപ്സ് ഓഫ് ന്യൂറോൺ പറയും, ദെൻ ഹൗ ന്യൂറോൺസ് ആർ ഇന്റർ കണക്റ്റഡ്, ആ ന്യൂറോണൽ സർക്യൂട്ടിനെ കുറിച്ച് പറയും. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയുക. സോ പരീക്ഷയ്ക്ക് പലപ്പോഴും ന്യൂറോൺ സ്ട്രക്ചർ ചോദിക്കും, ദെൻ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഏതെങ്കിലും ടൈപ്സ് ഓഫ് ന്യൂറോണോ സർക്യൂട്ട്സോ ആയിരിക്കും ചോദിക്കുക. നെർവസ് ടിഷ്യൂവില് രണ്ട് തരം സെൽസ് ഉണ്ട്. പ്രൈമറി ആൻഡ് ബേസിക് സെൽസ് ആണ് ന്യൂറോൺസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് കൂടി സെല്ലുകൾ ഉണ്ട്, അവയെ നമ്മൾ ന്യൂറോഗ്ലിയ എന്നാണ് വിളിക്കുക. ന്യൂറോഗ്ലിയൽ സെൽസ് എന്നാണ് നമ്മൾ അവയെ വിളിക്കുക. ഈ ന്യൂറോൺസ് ആണ് എക്സൈറ്റബിൾ ആവുന്നതും എല്ലാം. പക്ഷേ ന്യൂറോഗ്ലിയൽ സെൽസ് നോൺ എക്സൈറ്റബിൾ ആണ്, അവർക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ന്യൂറോൺസിന് ഒരു ഇമ്പൾസിന് തുടക്കം കുറിക്കാം, അത് അടുത്ത ന്യൂറോണിലേക്ക് കടത്തിവിടാം, അല്ലെങ്കിൽ അടുത്ത മസിലിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെല്ലുകളിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ ദിസ് ക്യാൻ ഇനീഷ്യേറ്റ് ചെയ്യാം ആൻഡ് ഓൾസോ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഈ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട് ന്യൂറോൺസിന്. ന്യൂറോഗ്ലിയൽ സെൽസിന് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഒന്നുമില്ല. സോ വാട്ട് ആർ ദ ന്യൂറോഗ്ലിയൽ സെൽസ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ ന്യൂറോൺസിന്റെ ചില സവിശേഷതകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്ട്രക്ചറിലേക്ക് പോകാം. ഒന്ന്, ദീസ് ഹാവ് എക്സ്ട്രീം ലോഞ്ചിവിറ്റി. എക്സ്ട്രീം എന്ന് വെച്ചാൽ ലോഞ്ചിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂറോൺ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ മരിക്കുമ്പോഴാണ് ഈ ന്യൂറോൺ മരിക്കുക. ദാറ്റ് മീൻസ് അത്രയും നാൾ ആക്കുന്നത് വരെയാണ് ഒരു ന്യൂറോൺ ഉണ്ടായിട്ട്. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഡിവൈഡിങ്. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. നോൺ മൈറ്റോട്ടിക് ആണ്. ദേ കനോട്ട് ഡിവൈഡ്, കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ന്യൂറോണിലുള്ള ക്യാൻസർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ദേ ഹാവ് ഹൈ മെറ്റബോളിക് റേറ്റ്. മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. ഒരുപാട് ഓക്സിജൻ വേണം, ഒരുപാട് ഗ്ലൂക്കോസ്, ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ന്യൂറോണിനെ മേയ്ക്കണമെങ്കിൽ ശരീരത്തിന് ഭയങ്കര ചെലവ് കൂടുതലാണ്. ധാരാളം ബ്ലഡ് സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് വേണം. മാത്രമല്ല ന്യൂറോൺസിന് ഈ ഗ്ലൂക്കോസിനെ മാത്രമാണ് എനർജി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫാറ്റി ആസിഡ്സ് അങ്ങനെയുള്ള എനർജി സോഴ്സ് ഒന്നും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ന്യൂറോണിന് പറ്റില്ല. പിന്നെ നമുക്ക് സ്ട്രക്ചറിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷകരമായിട്ടുള്ള ഒരു കാര്യം, ഈ ന്യൂറോൺസിന് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സെൽ വരയ്ക്കുന്നു, ഇങ്ങനെ വരച്ചാലും ഒരു ന്യൂറോൺ അങ്ങനത്തെ ഉണ്ടാകാം. വിവിധ സൈസിലുണ്ട്, വിവിധ ഷേപ്പിലുണ്ട്. മൈക്രോൺ സൈസിലുള്ള ന്യൂറോൺ അല്ലെങ്കിൽ 1 മീറ്ററിലധികം നീളമുള്ള ന്യൂറോണും ഉണ്ട്. പക്ഷേ ഇവയ്ക്കെല്ലാം മിക്കവാറും ബേസിക് ആയിട്ട് ഒരു സ്ട്രക്ചറൽ ഫീച്ചർ. സോ രണ്ട് ഭാഗങ്ങളാണ് ഈ ന്യൂറോണിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സെൽ ബോഡിയാണ്. സെൽ ബോഡി ഓഫ് ദ ന്യൂറോൺ, അതാണ് ഒന്ന്. മലയാളത്തിൽ ഇതിനെ നമ്മൾ കോശ ശരീരം എന്നാണ് പറയാ. സോമ, പെരികാരിയോൺ, ഇങ്ങനെയൊക്കെ പേര്. രണ്ടാമത്തത് നെർവ് ഫൈബർ ആണ്. നെർവ് ഫൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോശ ശരീരത്തിൽ അല്ലെങ്കിൽ സെൽ ബോഡിയിൽ നിന്നുള്ള പ്രൊജക്ഷൻസ് ആണ്. രണ്ട് തരം പ്രൊജക്ഷൻസ് ഉണ്ടാകാം. ഒന്ന് ഡെൻഡ്രൈറ്റ്സ് ആണ്, രണ്ട് ആക്സോൺസ്. മിക്കവാറും എല്ലാ ന്യൂറോണിനും ഡെൻഡ്രൈറ്റ്സും ഉണ്ടായിരിക്കും, ആക്സോണും ഉണ്ടായിരിക്കും. ഇവിടെ ഞാനൊരു ന്യൂറോൺ വെച്ചിട്ടുണ്ട്, ഇതാണ് അതിന്റെ സെൽ ബോഡി എന്ന് പറയുന്നത്. ഇതാണ് സെൽ ബോഡി. ഈ ഭാഗമാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ വലിയ നീളമുള്ള സംഭവത്തെയാണ് നമ്മൾ ആക്സോൺസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് രണ്ടും നെർവ് ഫൈബർ ആണ്. ഇത് പക്ഷെ സെൽ ബോഡിയാണ്. നമുക്ക് ആദ്യം ഈ സെൽ ബോഡി എന്താണെന്ന് നോക്കാം. ന്യൂറോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സെൽ ബോഡി എന്ന് പറയുന്നത്. സാധാരണ എല്ലാ സെൽസിലുമുള്ള എല്ലാ ഓർഗനലിലെയും ഈ സെല്ലിനകത്തുണ്ട്. അപ്പൊ സെൽ ബോഡിക്കകത്ത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. സോ ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ഔട്ടർ കവറിംഗ് പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ്. ദെൻ സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് വിത്ത് ന്യൂക്ലിയോളസ് ഉണ്ട്. ദെൻ മൈറ്റോകോൺട്രിയ ധാരാളം വരച്ചു. ദെൻ ന്യൂറോ ഫൈബ്രിൽസ് ഉണ്ട്, മൈക്രോ ട്യൂബ്യൂൾസ്, ഫ്രീ റൈബോസോംസ് ഉണ്ട്, ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ന്യൂറോൺസിലുള്ളതിനെ നമ്മൾ നിസിൽ ബോഡീസ് എന്നാണ്. നിസിൽ ബോഡി, അതും ജസ്റ്റ് പേരൊന്ന് ഓർത്തു. ഇനി മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ മൈക്രോ ട്യൂബ്യൂൾ ഇപ്പോൾ ഇവിടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ ആയിരിക്കും ഉണ്ടാക്കുക. അത് താഴത്തേക്ക് അങ്ങോട്ട് ആക്സോണിലേക്ക് മൊത്തം കൊടുത്തു വിടണമെങ്കിൽ അതിനുള്ള ആ ട്യൂബാണ് മൈക്രോ ട്യൂബ്യൂൾ. എത്താൻ സഹായിക്കുന്ന ട്യൂബ്, ആക്സോണിന്റെ എൻഡിൽ എത്താൻ സഹായിക്കുന്ന ട്യൂബ്. ഇനി സെൽ ബോഡിക്ക് തന്നെ വേണമെങ്കിൽ നേരിട്ട് ഏതെങ്കിലും ആക്സോണുമായിട്ട് ഇവിടെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ് ഒക്കെ ചെയ്യും. പക്ഷെ സാധാരണ അത് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സ് വഴിയാണ്. സെൽ ബോഡിയാണ് യഥാർത്ഥത്തിൽ കൺട്രോൾ സെന്റർ ഓഫ് ന്യൂറോൺ. ഒരു ന്യൂറോണിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, നടപ്പിലാക്കുന്നത്, ഏറ്റെടുക്കുന്നത് എല്ലാം സെൽ ബോഡി തന്നെയാണ്. സോ ഇമ്പൾസസ് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഡെൻഡ്രൈറ്റ്സ് വഴി സ്വീകരിക്കാം. ഈ സ്വീകരിച്ച ഇമ്പൾസസ് പരിശോധിക്കുന്നു, ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ദെൻ അത് അയക്കുകയാണ്, അതിന്റെ റിപ്പോർട്ട് എടുത്തിട്ട് അയക്കുക. സോ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സെൽ ബോഡിയാണ്. സോ സെൽ ബോഡിയാണ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിന്റെ സെൽ ബോഡി തന്നെയാണ്. ബാക്കി
ബാക്കി ഭാഗങ്ങൾ ഇപ്പൊ ഡെൻഡ്രൈറ്റ്സ് ആയാലും ആക്സോൺസ് ആയാലും അത് ബാക്കി വഴികൾ മാത്രം. ഡെൻഡ്രൈറ്റ്സ് ആണെങ്കിൽ സ്വീകരിക്കാനുള്ള വഴി, മറ്റേതാണെങ്കിൽ ഇമ്പൾസസിനെ അയക്കാനുള്ള വഴി. ഇത്രയേ ഉള്ളൂ. ഇനി ബ്രെയിനിലും സ്പൈനൽ കോഡിലും അല്ലെങ്കിൽ നമുക്ക് അതിനെ രണ്ടും കൂടി ചേർത്ത് CNS എന്ന് പറയാം, അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും ഈ ന്യൂറോൺസിന്റെ സെൽ ബോഡീസ് പല സ്ഥലത്തും ഇങ്ങനെ കൂട്ടായിട്ടായിരിക്കും ഇരിക്കുക. അഗ്രിഗേറ്റ്സ് ഓഫ് സെൽ ബോഡി എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അത് ബ്രെയിനിലാണെങ്കിൽ നമ്മൾ അതിനെ ന്യൂക്ലിയൈ എന്നാണ് വിളിക്കുക, ന്യൂക്ലിയൈ എന്ന് വിളിക്കുക. അത് പെരിഫറൽ നെർവസ് സിസ്റ്റത്താണെങ്കിൽ നമ്മൾ അതിനെ ഗാംഗ്ലിയ എന്നാണ് വിളിക്കുക. സോ ന്യൂക്ലിയ ആയാലും ഗാംഗ്ലിയ ആയാലും ദീസ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് സെൽ ബോഡീസ്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ന്യൂറോണുകൾ, അവയുടെ സെൽ ബോഡീസ് എല്ലാം അടുത്തടുത്ത് കൂട്ടമായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയ എന്ന് പറയുന്നത്. ഇപ്പൊ കാഴ്ച കാണുകയാണെങ്കിൽ ആ കാണലിൽ നിന്ന് വരുന്ന കുറെ ഇമ്പൾസസ് സ്വീകരിക്കുന്ന അത്തരം ന്യൂറോണുകളെല്ലാം ബ്രെയിനിൽ ഒരു പ്രത്യേക ഭാഗത്ത് കൂടിയിരിക്കുകയാണെങ്കിൽ ഒപ്റ്റിക് ന്യൂക്ലിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതാണ് ന്യൂക്ലിയൈ, അതാണ് ഗാംഗ്ലിയ. ഇനി രണ്ടാമത്തെ ഭാഗം ഡെൻഡ്രൈറ്റ്സ് ആണ്. ഈ സെൽ ബോഡിയുടെ പുറത്തുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയാം. സോ ഡെൻഡ്രൈറ്റ്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലിറ്റിൽ ട്രീസ് എന്നാണ്. ലിറ്റിൽ ട്രീസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ മരം പോലെയാണ് ഇരിക്കുക, ലിറ്റിൽ ട്രീസ്. ആക്ച്വലി ഇത് സെൽ ബോഡിയുടെ ഈ സർഫസ് ഏരിയ വർദ്ധിപ്പിക്കാനും ധാരാളം മറ്റു ന്യൂറോണുകളുമായിട്ട് കണക്ഷൻ സ്ഥാപിക്കാനുമായിട്ടുള്ള പ്രൊജക്ഷൻസ് ആണ്. സോ ദീസ് ആർ ഷോർട്ടർ, ചെറുതാണ്, ഷോർട്ടർ ആണ്, സ്മോളർ പ്രൊജക്ഷൻസ് ആണ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് സെൽ ബോഡി. അതാണ് ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. സെൽ ബോഡിയിൽ നിന്ന് നേരിട്ട് ആരംഭിക്കുന്ന ഇത് സെൽ ബോഡിയാണ്. ഇത് സെൽ ബോഡിയിൽ നിന്ന് നേരിട്ട് ആരംഭിക്കുന്നതിനെ നമുക്ക് പ്രൈമറി ഡെൻഡ്രൈറ്റ്സ് എന്നാണ് വിളിക്കുക, പ്രൈമറി ഡെൻ. ഇനി അവയിൽ നിന്ന് വീണ്ടും ബ്രാഞ്ച് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് ഹയർ ഓർഡർ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കാം, ഹയർ ഓർഡർ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കും. മിക്കവാറും ന്യൂറോണുകൾക്കെല്ലാം തന്നെ ധാരാളം ഇതേപോലെ ധാരാളം ഡെൻഡ്രൈറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഒറ്റ ഒരു ഡെൻഡ്രൈറ്റ് മാത്രമുള്ള ന്യൂറോണൊക്കെ കണ്ടേക്കാം. സോ ഇവിടെ ജോലി എന്താണ്? ഇവിടെ ജോലി ഇത് റിസീവ് ഇൻപുട്ട്. സോ ഇൻപുട്ട് റിസീവ് ആൻഡ് കണ്ടക്ട് ഇമ്പൾസസ് ടുവേർഡ്സ് ദ സെൽ ബോഡി. സെൽ ബോഡിയുടെ അകത്തേക്ക് ഇമ്പൾസസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള. സോ അതിനെന്ത് വേണം? മറ്റ് ആക്സോണുകളായിട്ട് കണക്ഷൻ വേണം. സോ ഇവിടെ ഒരു ആക്സോൺ, വേറെ ന്യൂറോണിന്റെ ഒരു ആക്സോൺ ഇവിടെ വന്ന് കണക്ട് ചെയ്തിട്ട് സോ അവിടെ നിന്ന് ഇമ്പൾസ് വിടുന്നു, അത് ഇവിടത്തേക്ക് എത്തും. സോ കൂടുതൽ ഡെൻഡ്രൈറ്റ് ഉള്ള എന്തായിരിക്കും ഫംഗ്ഷൻ? കൂടുതൽ ഡെൻഡ്രൈറ്റ് ഉള്ള ന്യൂറോണുകൾ ഉണ്ടെങ്കിൽ അവ കൂടുതൽ ഇമ്പൾസ് ലഭിക്കുന്ന ടൈപ്പ് ഓഫ് ന്യൂറോണുകളായിരിക്കും. ഇനി ഡെൻഡ്രൈറ്റിന്റെ ചില ഭാഗങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ, മൊബൈലിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല, കമ്പ്യൂട്ടറാണ് കാണുമെങ്കിൽ ഈ പടം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ചില ഭാഗങ്ങൾ ചെറിയ ലിറ്റിൽ മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ് ഉണ്ടാകും. സോ അതിനെ നമ്മൾ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് എന്നാണ് വിളിക്കുക. എല്ലാ ന്യൂറോണിനും ഡെൻഡ്രൈറ്റിക് സ്പൈൻ ഉണ്ടാവണമെന്നില്ല. ഡെൻഡ്രൈറ്റിക് സ്പൈൻ കൂടുതലുള്ളതുണ്ട്, കുറഞ്ഞതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഇനി അടുത്ത പ്രധാന ഭാഗം ആക്സോൺസ് ആണ്. ആക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആക്സിസ് എന്ന് തന്നെയാണ്, ആക്സിസ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതിന്റെ ഒരു ആക്സിസ് പോലെയാണ് ഇത്. സോ ഒരു ന്യൂറോണിൽ ലഭിക്കുന്ന ഈ ഡെൻഡ്രൈറ്റ്സ് വഴി ലഭിക്കുന്ന വിവരങ്ങൾ ഇവിടെ എത്തുന്നു, ഒരു തീരുമാനം എടുക്കുന്നു. പിന്നീട് അടുത്ത ന്യൂറോണിലേക്ക് വിടണമെങ്കിൽ അത് ഈ വഴി, ഈ ആക്സോൺ വഴിയാണ് അത് ഇങ്ങനെ പോയി ഇവിടെ വിടുക. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ജോലി. സോ ഇതിന്റെ ജോലി അപ്പൊ എന്തോ ഈ ഇമ്പൾസസ് കൈമാറ്റം ചെയ്യാനുള്ള വഴികളാണ്. സോ ദിസ് ട്രാക്ക്. സോ ഇൻഫർമേഷൻ ഓർ ഇമ്പൾസ് ഹൈവേ ഓഫ് ന്യൂറോൺ ആണ് ആക്സോൺ എന്ന് പറയും. സോ ആക്സോൺ ഇസ് ഇൻഫർമേഷൻ ഓർ ഇമ്പൾസ് ഹൈവേ ഓഫ് ന്യൂറോൺ. സ്വാഭാവികമായിട്ട് അപ്പൊ ഇതിന് നീളം കൂടുതലായിരിക്കും അല്ലെ. ഇവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സ്പൈനൽ കോഡ് ശരീരം മൊത്തമൊന്നുമില്ല, നട്ടലിന്റെ അടിഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ കാലിലൊരു കാര്യം തീരുമാനം എടുക്കണമെങ്കിൽ ഈ ആക്സോൺ തന്നെ അങ്ങോട്ടേക്ക് പോകണം. സോ അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും നീളം കൂടുതലായി. ഇപ്പൊ 1 മീറ്ററിൽ കൂടുതൽ നീളമുള്ളവ അങ്ങനത്തെ ഉള്ളതാണ്, കാലിന്റെ അവിടെയൊക്കെ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന ആക്സോൺ ആയിരിക്കും. ഇനി ആക്സോൺ ഇല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ അനാക്സോണിക് എന്നാണ് വിളിക്കുക, അനാക്സോണിക് എന്നാണ് വിളിക്കുക, ആക്സോൺ ഇല്ലാത്തതിന്. ഇനി മിക്കവാറും എല്ലാത്തിനും ഒറ്റൊരു സിംഗിൾ ആക്സോൺ ആയിരിക്കും മിക്കവാറും എല്ലാ ന്യൂറോണിനും ഉണ്ടാകും. ഇനി ആക്സോൺ ഈ സെൽ ബോഡിയുടെ എക്സ്റ്റൻഷൻ തന്നെയാണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. സോ ഇതിനകത്തും സൈറ്റോപ്ലാസം കാണണം. സോ ഇതിന്റെ മെംബ്രെയിനെ നമ്മൾ വിളിക്കുക, ഇതിന്റെ സൈറ്റോപ്ലാസത്തിന്റെ മെംബ്രെയിൻ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ വിളിക്കുക ആക്സോലെമ്മ എന്നാണ് വിളിക്കുക, ആക്സോലെമ്മ. ലെമ്മ എന്ന് വെച്ചാൽ കവറിംഗ് എന്നുള്ള അർത്ഥം, ആക്സോലെമ്മ. ഇനി ചില ന്യൂറോൺസിൽ ഈ ആക്സോണിന്റെ പുറത്ത് അഡീഷണൽ ആയിട്ട് ഇതിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്, അഡീഷണൽ ആയിട്ട് ഒരു കവറിംഗ് ഓർ കോട്ടിംഗ് കൂടി ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ മയലിൻ ഷീത്ത് കവറിംഗ് ആണ്, മയലിൻ ഷീത്ത്. അപ്പോൾ ചില ആക്സോണിന് ഇല്ല, ചില ആക്സോണിനുണ്ട്. അപ്പോൾ ഉള്ളതിനെ മയലിനേറ്റഡ് എന്ന് വിളിക്കും, മയലിനേറ്റഡ്. ഇല്ലാത്തതാണെങ്കിൽ അപ്പം നോൺ ചേർക്കുക, നോൺ മയലിനേറ്റഡ്. സോ അങ്ങനെ രണ്ട് തരത്തിലുള്ള ന്യൂറോൺ ആണ്. നോൺ മയലിനേറ്റഡ് ആണെങ്കിൽ മിക്കവാറും സ്ലോ കണ്ടക്ടിങ് ന്യൂറോൺസ് ആയിരിക്കും ദിസ് നോൺ മയലിനേറ്റഡ്. ഇനി
മയലിൻ എങ്ങനെ ഉണ്ടാകുന്നു, ഒരു സ്ഥലത്ത് എന്തൊക്കെയാണ്, അത് നമ്മൾ പിന്നീട് പറയാം. മയലിൻ ഷീത്തിനെ പറ്റിയും ഒക്കെ അത് നമ്മൾ പിന്നീട് പറയാം. ഇനി സെൽ ബോഡിയിൽ നിന്ന് ഈ ആക്സോൺ തുടങ്ങുന്ന ഭാഗം, ഈ ഭാഗം, അതിനെ നമ്മൾ ഇനീഷ്യൽ സെഗ്മെന്റ് എന്നാണ് വിളിക്കുക. ഇനീഷ്യൽ സെഗ്മെന്റ് എന്നാണ് വിളിക്കുക. ആൻഡ് ഇത് മിക്കവാറും ഒരു കോൺ ഷേപ്പ് ലൈക്ക് പ്രൊജക്ഷൻ പോലെ ആയിട്ടാണ് ഇരിക്കുക. സോ ഈ ഇലവേഷനും ഈ ആദ്യം തുടങ്ങുന്ന ഭാഗവും രണ്ടിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുക ട്രിഗർ സോൺ എന്നാണ്. ട്രിഗർ സോൺ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ഈ ഭാഗത്ത് വളരെയധികം ഉണ്ട്. ഇവിടുന്ന് ഒരു പല ഇമ്പൾസുകൾ വന്നു, അതൊരു ഏകദേശം ഒരു ത്രഷോൾഡിലായി നിൽക്കുമ്പോൾ പെട്ടെന്ന് സോഡിയം ഇവിടുന്നായിരിക്കും കയറുക. സോ അത് നമ്മൾ പഠിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയി മാത്രമേ ഉള്ളൂ. സോ ഇവിടെ വെച്ചിട്ടാണ് ആ ഇമ്പൾസിന് ശക്തി കൂടുക. സോ അതുകൊണ്ട് ട്രിഗർ സോൺ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ശക്തി വർദ്ധിക്കുന്ന ഭാഗമാണ് ട്രിഗർ സോൺ. ഇനി മയലിൻ ഷീത്തിന്റെ കവറിങ്ങിന്റെ ഇടയിൽ നമുക്ക് ഇവിടെ നമ്മൾ കവറിങ് ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ കവറിങ് വരച്ചിട്ടില്ല. സോ ദർ ആർ സർട്ടൺ ഏരിയാസ്, അതിനെ നമ്മൾ നോഡ്സ് എന്ന് വിളിക്കും. നോഡ്സ് ഓഫ് റെൻവീർ എന്നാണ് വിളിക്കുന്നത്. നോഡ്സ് ഓഫ് റെൻവീർ എന്നാണ് മയലിൻ ഷീത്ത് ഇല്ലാത്ത സ്ഥലങ്ങൾ. മയലിൻ ഷീത്ത് ഉള്ള ന്യൂറോണിൽ മയലിൻ ഷീത്ത് ഇല്ലാത്ത സ്ഥലങ്ങളെയാണ് നമ്മൾ നോഡ്സ് ഓഫ് റെൻവീർ എന്ന്. ഈ മയലിൻ ഷീത്തിന്റെ ജോലി എന്താണ്? മയലിൻ ഷീത്തിന്റെ ജോലി ന്യൂറോൺസിലൂടെ പോകുന്ന ഈ പ്രവാഹങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, അല്ലെ, സ്പീഡ് ഓഫ് ദ ഇമ്പൾസ് കൂട്ടുക എന്നുള്ളതാണ്. ഇനി വേണമെങ്കിൽ ആക്സോൺസ് ക്യാൻ ഹാവ് ദിസ് കൊലാട്രൽ. സോ കൊലാട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഉണ്ടാകാം. മിക്കവാറും അതൊരു എന്താ പറയുക റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകും. മിക്കവാറും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും ആ ബ്രാഞ്ചുകൾ ഉണ്ടാവുക. ഇത് നമുക്ക് ആക്സോണിന്റെ ഈ എൻഡിനെ പറ്റി പറയാം. സോ സാധാരണ ഇതിന്റെ 4 പ്രോസ് ആണുള്ളത്. 1, 2, 3, 4 പ്രോസ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ആക്സോൺ എൻഡ് ചെയ്യുന്ന ഈ ഫൈൻ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക ടീലോഡോൺട്രിയ എന്നാണ്. ടീലോഡോൺട്രിയ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇതിന്റെ അറ്റം അഗ്രം അല്പം ഇങ്ങനെ വീർത്തിട്ടാണ്, ബൾബ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ സിനാപ്റ്റിക് ബൾബ്സ് എന്നാണ് വിളിക്കുക. സിനാപ്റ്റിക് ബൾബ് എന്ന് വിളിക്കും. ഓക്കെ, ഈ സിനാപ്റ്റിക് ബൾബ് കഴിഞ്ഞാൽ പിന്നെന്തോ, ഈ ബൾബ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഭാഗം സിനാപ്സ് ആണ്. Okay, that area is called as synapse. So the synapse is the area between two neurons or a neuron and an effector organ. So ഇത് ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇവിടെ വേറൊരു ന്യൂറോണിന്റെ ആക്സോൺ വന്ന് ഇവിടെ അവസാനിക്കാന്നായി. സോ ഇത് സിനാപ്റ്റിക് ബൾബ് ആണെങ്കിൽ ഇതാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയാം. സോ സിനാപ്സ് is the communicating space between two neurons or neurons and its effector. ഇത് പോയി അവസാനിക്കുന്ന ഇവിടെ ഒരു മസിൽ ആണെങ്കിൽ, ഓക്കെ, ഇത് മസിലാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഏരിയ ഇസ് ദ സിനാപ്സ്. സോ ഈ സിനാപ്സിലേക്ക് ഈ സിനാപ്റ്റിക് എൻഡ് ബൾബിൽ നിന്ന് ദർ ആർ സർട്ടൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി റിലീസ്. സോ ഇതാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക. സോ അതിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് ഇവിടെ ഈ അറ്റത്തുണ്ടാക്കുന്നതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പ് മാത്രമായിരിക്കും ഇവിടെ നടക്കുക. മിക്കവാറും സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെയാണ്, സെൽ ബോഡിയുടെ അകത്തായിരിക്കും ഉണ്ടാക്കുക. സോ ഈ സെൽ ബോഡിയിൽ ഉണ്ടാക്കിയ ന്യൂറോ ട്രാൻസ്മിറ്റർ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ ഇതിന് നമുക്കൊരു നെറ്റ്വർക്ക് വേണം. സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ ട്യൂബ്യൂൾ. സോ മൈക്രോ ട്യൂബുലാർ നെറ്റ്വർക്ക് ആണ് ഇതിന് ഉപയോഗിക്കുക. സോ ഈ ട്യൂബ്യൂൾസ് വഴി ഇങ്ങോട്ടേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാം, ഇങ്ങോട്ടേക്കും. സോ ഇങ്ങോട്ടേക്ക് പോകുന്നതിന് ആന്ററോഗ്രേഡ്, മുന്നോട്ട് പോകുന്നതിന് ആന്ററോഗ്രേഡ് എന്നായിരിക്കും പറയാം. തിരിച്ചു പോകുന്നതിന് അപ്പോൾ സാധാരണ നമ്മൾ റിട്രോഗ്രേഡ് എന്ന് തന്നെയാണ്, റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്നാണ് പറയുക. ആൻഡ് ചിലത് ഭയങ്കര ഫാസ്റ്റിലായിരിക്കും പോവുക. ചില ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ പ്രോട്ടീൻസ് വളരെ സ്ലോയിലായിരിക്കും, വർഷങ്ങൾ കൊണ്ടായിരിക്കും പോവുക. ചിലത് പെട്ടെന്ന് പോകും. സോ ഈ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചില പ്രോട്ടീൻസ് ഉണ്ട്. അവയെ നമ്മൾ കൈനസിൻസ് എന്നാണ് വിളിക്കുന്നത്. പേര് കൈനസിൻ പ്രോട്ടീൻസ് എന്നാണ് വിളിക്കുന്നത്. പുറകോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രോട്ടീൻസിനെ നമ്മൾ ഡൈനിൻസ്, ഡൈനിൻസ് പ്രോട്ടീൻസ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണ്. ന്യൂറോൺസ് വിവിധ ടൈപ്പ്, പല സ്റ്റൈല്, പല ഷേപ്പിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് അത് ക്ലാസിഫൈ എന്ന് വെച്ചാൽ, ഒന്ന് അവയുടെ ആക്സോൺ വെച്ചിട്ടാണ്. ആക്സോണിന്റെ ഷേപ്പ് എന്താണെന്ന് നോക്കും, എന്നിട്ട് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ആണ്. സോ ലാർജ്, വലിയ നീളം കൂടിയ ആക്സോൺ ഉള്ള അതിനെ നമ്മൾ പ്രൊജക്ഷൻ ന്യൂറോൺസ് എന്നാണ്. പ്രൊജക്ഷൻ ന്യൂറോൺ നീളമുള്ളത്, അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോൺസ്, അല്ലെങ്കിൽ വേറൊരു പേര് ഗോൾജി ടൈപ്പ് 1 ന്യൂറോൺ എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഞെട്ടേണ്ട ആവശ്യമില്ല. ദീസ് ആർ പ്രൊജക്ഷൻ ന്യൂറോൺ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു 1 മീറ്ററിലധികം നീളമുള്ള ന്യൂറോൺ ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ സെൽ, ഒരു നീളമുള്ള വലിയ ആക്സോൺ ഉള്ള സെല്ലാണ്. ഇനി ആക്സോൺസ് വേണമെങ്കിൽ വളരെ ചെറുതാകാം. ആക്സോൺസിന്റെ നീളം വളരെയധികം ചെറുത്. സോ അത് മിക്കവാറും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം ഒതുങ്ങി
നിൽക്കുന്നതായിരിക്കും. അവയെ നമ്മൾ ഇന്റർ ന്യൂറോൺസ് എന്നാണ്. ഇന്റർ ന്യൂറോൺസ് എന്ന് വെച്ചാൽ ഒരു ന്യൂറോണിനെയും മറ്റു ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടായിരിക്കും ഈ ആക്സോൺ ചെറുതുള്ളത് ഉപയോഗിക്കുക. ഓക്കെ, സോ അവയെ നമ്മൾ ഗോൾജി തന്നെയാണ്. ഗോൾജി ടൈപ്പ് 2 ആണ്. ഇത് ടൈപ്പ് 1 ആണെങ്കിൽ ഇത് ടൈപ്പ് 2 ആണ് ന്യൂറോൺ എന്ന് വിളിക്കും. സോ ഉദാഹരണം കോർട്ടിക്കൽ ഇൻഹിബിറ്ററി ന്യൂറോൺ, അതൊരു എക്സാമ്പിൾ ആണ്. ബ്രെയിനിലെ കോർട്ടക്സിലുള്ള ഇൻഹിബിറ്ററി ന്യൂറോൺസ് ഒക്കെ ചെറുതാണ്. ദെൻ കണ്ണിൽ റെറ്റിനയിലുള്ളത്, റെറ്റിന നമ്മൾ പഠിക്കാനുള്ളതാണ് ഇത്, ബൈപോളാർ സെൽസ്. കണ്ണിൽ ബൈപോളാർ സെൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ ബൈപോളാർ സെൽസ് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ആക്സോൺ ഒട്ടും ഇല്ലാത്ത ഒരു ന്യൂറോണിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും കണ്ണിൽ തന്നെയാണ്, റെറ്റിനയിൽ തന്നെയാണ്. അതിന്റെ പേര് അമാക്രിൻ സെൽസ്. അമാക്രിൻ സെൽ ഇത് നമുക്ക് പഠിക്കും. അപ്പോൾ നമ്മൾ കണ്ടത് ആക്സോൺ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡെൻഡ്രൈറ്റ്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തുകൂടെ, നമുക്ക് ന്യൂറോണുകളെ തരംതിരിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാണ് ഇത്. ഇത് ഹിപ്പോകാമ്പസ്, ബ്രെയിനിലെ ഹിപ്പോകാമ്പസിലേക്കുള്ള പിരമിഡൽ സെൽസ് ആണ്. പിരമിഡൽ സെൽസ്, പിരമിഡൽ സെൽസ് ഇങ്ങനെയുള്ളതാ. നമുക്ക് ഒരുപാട് ഡെൻഡ്രൈറ്റ്സ് ഉള്ളതാണ്. ദെൻ ഈ ഡെൻഡ്രൈറ്റ്സ് തന്നെ ഇത് നമുക്ക് റേഡിയൽ പാറ്റേണിലായിരിക്കുന്നത്. റേഡിയൽ പാറ്റേണിലുള്ളതിന് ഇതിന് എക്സാമ്പിൾ പേര് സ്റ്റെല്ലൈറ്റ് സെൽസ് എന്നാണ്. സ്റ്റെല്ലൈറ്റ് സെൽ. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെൻഡ്രൈറ്റ്സ് കൂടുതലാണ്. ഡെൻഡ്രൈറ്റ്സ് കൂടുതലാകുമ്പോഴത്തേക്കും ധാരാളം ആക്സോൺസിന് വന്ന് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൻഡ്രൈറ്റിക് സ്പൈൻസും ഞാൻ വരച്ചിട്ടുണ്ട്. ധാരാളം ഡെൻഡ്രൈറ്റിക് സ്പൈനും കാണാനായിട്ട് നമുക്ക് ഇവയിൽ പറ്റിയേക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ആക്സോൺ എടുക്കും, ഡെൻഡ്രൈറ്റ്സ് എടുക്കും. സോ ആക്സോൺ പ്ലസ് ഡെൻഡ്രൈറ്റ് രണ്ടും കൂടി നോക്കിയിട്ട് രണ്ടും വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 1 ഈസ് മൾട്ടിപോളാർ. മൾട്ടിപോളാർ ആണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ആദ്യത്തെ എല്ലാ ന്യൂറോണിന്റെ പടം മൾട്ടിപോളാർ ആണ്. ഉദാഹരണം സ്പൈനൽ മോട്ടോർ ന്യൂറോൺ. സ്പൈനൽ മോട്ടോർ ന്യൂറോൺസ് മൾട്ടിപോളാർ ആണ്. ധാരാളം ഇൻപുട്ട് സ്വീകരിക്കാം. രണ്ടാമത്തെ ടൈപ്പാണ് ഈ വരച്ചിരിക്കുന്നത്, അത് ബൈപോളാർ ആണ്. ബൈപോളാർ ടൈപ്പ്. ബൈപോളാർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ഡെൻഡ്രൈറ്റ്, ഒരു ഡെൻഡ്രൈറ്റ്, ഒരു ആക്സോൺ. എവിടെയാണ് നമ്മൾ കണ്ടത്? കണ്ണിലാണ് കണ്ടത്. റെറ്റിനൽ ബൈപോളാർ സെൽ അല്ലെ, അതാണ് നമ്മൾ കണ്ടത്. ദെൻ ഓൾഫാക്ടറി ഈസ് അനദർ വൺ. ഓൾഫാക്ടറി. ദെൻ മൂന്നാമത്തത് യൂണിപോളാർ ആണ്. യൂണിപോളാർ ന്യൂറോൺ. സോ ഇവിടെ ഡെൻഡ്രൈറ്റ്സും ആക്സോണും ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റയായിട്ട് പോവുക, ഒരുമിച്ച് അങ്ങ് പോവുക. ഓക്കെ, കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇത് ഈ വരച്ചിരിക്കുന്നത് ഒരു സ്യൂഡോ യൂണിപോളാർ ആണ്. സ്യൂഡോ യൂണിപോളാർ സെൽ. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ സെൽ ആണ്. സോ ഇവിടെ സ്യൂഡോ യൂണിപോളാർ സെൽസ് ആണ്. ഇവിടെ ഡെൻഡ്രൈറ്റ്സ് ആണ് നമ്മുടെ സെൻസറി നെർവ് എൻഡിങ്സ് ആയിട്ട് വർക്ക് ചെയ്യുക. സെൻസറി റിസപ്റ്റേഴ്സ് ആണ് ഇതെല്ലാം. ആൻഡ് ഇവിടെ സെൽ ബോഡി ഇരിക്കുന്നത് സ്പൈനൽ കോഡിന്റെ, ഇപ്പൊ സ്പൈനൽ കോഡ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇവിടെ ഡോർസൽ റൂട്ടിലാണ് ഇവിടെ സെൽ ബോഡി ഇരിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഫംഗ്ഷൻ വെച്ചിട്ടും ന്യൂറോൺസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ കണ്ടതാണ്. 1 ഈസ് സെൻസറി ന്യൂറോൺസ് ആണ്. സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ അഫറൻ ന്യൂറോൺസ് ആണ്. മിക്കവാറും ഇതെല്ലാം യൂണിപോളാർ ആയിരിക്കും. ഉദാഹരണം നമ്മൾ തൊട്ട് മുമ്പിൽ അവസാനം കണ്ട സ്യൂഡോ യൂണിപോളാർ, അതിന്റെ അറ്റം മൊത്തം സെൻസറി നെർവ്സ് ആണ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് മോട്ടോർ ന്യൂറോൺസ് ആണ്. ഇത് മൾട്ടിപോളാർ ആണ്, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തത് ഇന്റർ ന്യൂറോൺസ് ആണ്. ഇന്റർ ന്യൂറോൺ, സ്പൈനൽ കോഡിലെയോ ബ്രെയിനിലെയോ രണ്ട് ന്യൂറോൺസ്, ഇതൊരു ന്യൂറോൺ ഇതൊരു ന്യൂറോൺ, ഇവയെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൾട്ടിപോളാർ. ഇനി ധാരാളം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് നിങ്ങൾ പലപ്പോഴും കേൾക്കും. 1 ഈസ് പെർക്കിഞ്ചി ആണ്. ഓക്കെ, ഇത് പെർക്കിഞ്ചി ആണ്. ദെൻ ബെറ്റ്സി സെൽസ് എന്ന് കേൾക്കാം, ബെറ്റ്സി കേൾക്കാം, ബാസ്കറ്റ് സെൽ. സോ ഇങ്ങനെയൊക്കെയുള്ള പല ന്യൂറോൺസിനെ പറ്റി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഇനി കേട്ടേക്കാം. നമുക്ക് വേണമെങ്കിൽ ഇനിയും പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്താം. ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനെ കോളിനർജിക്, അഡ്രിനർജിക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ ന്യൂറോൺസിന്റെ ഡയമീറ്റർ അനുസരിച്ച് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ന്യൂറോൺസിന്റെ ഡയമീറ്റർ ഒക്കെ നമ്മൾ നോക്കുന്നത് നെർവ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആ ക്ലാസിഫിക്കേഷനൊക്കെ നമുക്ക് അവിടെ പറയാം. ഇനി വീഡിയോയുടെ മൂന്നാം ഭാഗം നമുക്ക് പറയാനുള്ളത് ന്യൂറൽ സർക്യൂട്ട്സ് ആണ്. ന്യൂറോണൽ സർക്യൂട്ട്സ്, ന്യൂറോൺ സർക്യൂട്ട്സ്, ന്യൂറൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി കൃത്യം. ഈ ന്യൂറോണുകൾ തമ്മിൽ ബന്ധപ്പെടുന്നതിന് പലവിധ പാറ്റേൺ ഉണ്ട്. വെറുതെ ഒരു ന്യൂറോൺ വന്നിട്ട് മറ്റു ന്യൂറോണായിട്ട് ഇങ്ങോട്ട് വെറുതെ ബന്ധം ഉണ്ടാക്കി പോവുകയല്ല. സോ ഈ ഇമ്പൾസ് മൂലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇമ്പൾസ് എന്താണ് ചെയ്യുന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഈ ലക്ഷ്യം അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ന്യൂറോണൽ പാറ്റേണിനെയാണ് നമ്മൾ ന്യൂറോണൽ പൂൾ എന്ന് പറയുന്നത്. ന്യൂറോണൽ പൂൾസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില സ്പെസിഫിക് പാറ്റേണുകളെ കുറിച്ചിട്ടാണ്. സോ ഇങ്ങനെ പ്രത്യേക ഫംഗ്ഷന് വേണ്ടി ഒരു സീരീസ് ഓഫ് ന്യൂറോണൽ സർക്യൂട്ട്സ് തമ്മിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ന്യൂറോണൽ പൂൾ എന്ന് പറയും. സോ അതിപ്പോ ഇത് പറഞ്ഞാൽ നമുക്കൊരു ബേസിക് ആദ്യം പറയണം. ബേസിക്സ് എന്ന് വെച്ചാൽ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതാണ് ആദ്യത്തെ ന്യൂറോൺ, ഫസ്റ്റ് ന്യൂറോണിന്റെ എൻഡ്. അത് നമ്മൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണൽ എൻഡ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. ഓക്കെ, സോ രണ്ടാമത്തെ ന്യൂറോൺ ഇതിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മെസ്സേജ് വിടണം. ഇതിന് മെസ്സേജ് വിടണമെങ്കിൽ ഈ രണ്ടാമത്തെ ന്യൂറോൺ ഇതുമായിട്ടൊരു മിനിമം നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്കിലും നടക്കും. എന്ന് വെച്ചാൽ വെറുതെ ഒറ്റ ഒരു ന്യൂറോൺ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല കാര്യമായിട്ട്. ഓക്കെ, സോ
ഈ ന്യൂറോണിന്റെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ, കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സാധ്യതയുള്ള ഏരിയയാണ് നമ്മൾ ഡിസ്ചാർജ് സോൺ എന്ന് പറയുന്നത്. സോ ഇഫ് ദ സെക്കൻഡ് ന്യൂറോൺ ഹാവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഡിസ്ചാർജ് സോൺ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പൾസ് പോകും. ഇതില്ല, പുറത്താണെങ്കിൽ ഇമ്പൾസ് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. രണ്ടാമത്തെ ഒരു സോണാണ് ഫെസിലിറ്റേറ്റഡ് സോൺ. ഇപ്പോൾ ന്യൂറോണിന് ഇവിടെ കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, സാധാരണ രീതിയിൽ പോവില്ല കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഇതേപോലെ ഈ ന്യൂറോണിന് വേറൊരു ന്യൂറോണിന്റെയും ഫെസിലിറ്റേറ്റഡ് സോണിലുണ്ട്, വേറൊരു ന്യൂറോണിന്റെയും. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇമ്പൾസ് എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് പോകും. സോ ഇതാണ് അതിന്റെ ഒരു ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. സോ ഡിസ്ചാർജ് സോണിലാണെങ്കിലാണ് സാധാരണ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുക. നമുക്ക് ആദ്യത്തെ ന്യൂറൽ സർക്യൂട്ട് പറയാനുള്ളത് കൺവേർജൻസ് ആണ്. കൺവേർജൻസ് സർക്യൂട്ട് ആണ് നമുക്ക് ആദ്യം പറയാം. കൺവേർജൻസ് സർക്യൂട്ട് ഇതാണ് ഇതിന്റെ പടം. കൺവേർജൻസ് സർക്യൂട്ട് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻപുട്ട് ടു എ സിംഗിൾ ഇൻപുട്ട്. ഈ ഒരു ന്യൂറോണിൽ നിന്ന് ഒരു ഇൻപുട്ട്, ഈ ഒരു ന്യൂറോണിൽ നിന്ന് ഈ ഒരു ന്യൂറോൺ, ഇത് ഈ ഒരു ന്യൂറോണിലേക്ക് മാത്രമാണ് എല്ലാവരും ഇൻപുട്ട് കൊടുക്കുക. സോ അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള ഇൻപുട്ടും ഇവിടെ നിന്നുള്ള ഇൻപുട്ടും ഇവിടെ നിന്നുള്ള ഇൻപുട്ടും എല്ലാം കൂടി കൺവേർജ് ചെയ്തിട്ട് ഒറ്റ ഇൻപുട്ടായിട്ടായിരിക്കും പോകും. സോ ഇതിനാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുക. സാധാരണ ഇത് ഏറ്റവും കൂടുതലുള്ളത് സെൻസറി ഇമ്പൾസുകളിലാണ് ഈ കൺവേർജൻസ് കൂടുതലായിട്ടുള്ളത്. ക്രൂ ടച്ച്, റെസ്പിറേഷൻ, കണ്ണുകളിൽ റോഡ്സ്, കോൺസ് എക്സെട്ര. സോ ഇവിടെ അവസാനം ഒറ്റ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് പോവുക. സ്പെഷ്യൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല. ഈ ന്യൂറോൺ ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ, ഇത് വേറെയാണ്, അങ്ങനെയൊന്നും കിട്ടില്ല. എല്ലാം കൂടി അവസാനം ഇപ്പോൾ കണ്ണിൽ വെളിച്ചം അടിച്ചു എന്നായിരിക്കും ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ പോകും. പച്ച ലൈറ്റും ചുവന്ന ലൈറ്റും ഒക്കെ അടിച്ചിട്ടുണ്ടാവും, ആ ഇൻഫർമേഷൻ പോകില്ല, ഒറ്റ വെളിച്ചം അടിക്കും. ഇനി രണ്ടാമത്തത് ഡൈവേർജൻസ് ആണ്. ഒന്ന് കൺവേർജൻസ് ആകുമ്പോൾ അടുത്തത് ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസ് നമുക്ക് പടത്തിൽ കാണാം. ഒരു ഇൻപുട്ട്, ഇവിടുന്ന് ഒരു ഇൻപുട്ട് വരുന്നു, ഈ ന്യൂറോൺ ഇതിനും കൊടുക്കുന്നു ഇതിനും കൊടുക്കുന്നു. ന്യൂറോൺ നമ്പർ 2, ന്യൂറോൺ ഇവിടെ നിന്ന് ന്യൂറോൺ നമ്പർ 4, 5, ഇത് 6, 7. സോ എന്താ സംഭവിക്കുക, ഡൈവേർജിങ് ആയിട്ടാണ് പോവുക. സോ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ നടക്കും. സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ സാധ്യമാണ്. സിഗ്നലിന്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്ന സർക്യൂട്ടാണ് ഡൈവേർജൻസ് സർക്യൂട്ട്. ഇനി മൂന്നാമത്തത് റെസിപ്രോക്കൽ ഇൻഹിബിഷൻ ആണ്. റെസിപ്രോക്കൽ ഇൻഹിബിഷൻ സർക്യൂട്ട് ആണ്. ഇവിടെ ഇതൊരു ഡൈവേർജൻസ് സർക്യൂട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടുന്ന് ഒരു ന്യൂറോൺ ഇൻപുട്ട് അയക്കുന്നു. ഓക്കെ, ഈ ഇൻപുട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു, എക്സൈറ്റേറ്ററി ആണ്. ഈ ന്യൂറോണിനെ എക്സൈറ്റ് ചെയ്യുന്നു. സോ ഇവിടെ എക്സൈറ്റേഷൻ നടക്കും. ഈ ന്യൂറോണിന്റെ എക്സൈറ്റേറ്ററി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഇതിനിടയിൽ ദർ ഈസ് ആൻ ഇൻഹിബിറ്ററി ന്യൂറോൺ. ഒരു ഇന്റർ ന്യൂറോൺ വെച്ചിട്ടുണ്ട്, ഇൻഹിബിറ്ററി ആണ്. അപ്പൊ ഇത് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഇൻഹിബിറ്ററി ന്യൂറോൺ ആയതുകൊണ്ട് ഇത് ഇൻഹിബിറ്ററി ആയിരിക്കും. അപ്പൊ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ അപ്പൊ ഈ ഫലം വരുന്നത് ഇൻഹിബിഷൻ ആണ്. സോ എന്താ സംഭവിക്കുക, ഒരു റൂട്ട് എക്സൈറ്റേഷൻ നടക്കും, ഒരു റൂട്ട് ഇൻഹിബിഷൻ നടക്കും. സോ ഒരു ഭാഗം നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ഭാഗം നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ റെസിപ്രോക്കൽ ഇൻഹിബിഷൻ. ഉദാഹരണത്തിന് ഒരു മസിൽ നമുക്ക് കൺട്രാക്ട് ചെയ്യണം, മറ്റേ മസിൽ നമുക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പാത്ത് വേ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഒറ്റൊരു സർക്യൂട്ടിൽ നിന്ന് രണ്ട് ഓപ്പോസിറ്റ് എഫക്ട് നമുക്ക് ഒരേ സമയം ലഭിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ രണ്ട് സർക്യൂട്ട് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും സിഗ്നൽ പ്രൊലോങ്ങേഷന് വേണ്ടിയിട്ടുള്ളതാണ്. സിഗ്നൽ കൂടുതൽ നേരം, സിഗ്നൽ പ്രൊലോങ്ങേഷന് വേണ്ടിയിട്ടുള്ള രണ്ട് തരം സർക്യൂട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. സിഗ്നൽ കൂടുതൽ നേരം, ഇവിടെ ഉദ്ദേശം ഒരു സിഗ്നൽ കൊടുക്കുക, ഇഷ്ടംപോലെ നേരം എഫക്ട് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ളതിനെ നമ്മൾ ആഫ്റ്റർ ഡിസ്ചാർജ് എന്നാണ് പറയുക. ആഫ്റ്റർ ഡിസ്ചാർജ്. സോ ഇവിടെ ഈ സർക്യൂട്ടിനെ നമുക്ക് റിവർബേറ്ററി എന്നാണ്. റിവർബേറ്ററി സർക്യൂട്ട് അല്ലെങ്കിൽ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് നമുക്ക് വിളിക്കും. ഇവിടെ നോക്കുക, ഒരു ന്യൂറോൺ ഉണ്ട്, അത് വേറെ ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ ന്യൂറോണിനെ തിരിച്ച് ഈ ന്യൂറോണിനെ വീണ്ടും സ്റ്റിമുലേറ്റ്. ഈ ന്യൂറോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഇത് തിരിച്ച് വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സോ അപ്പൊ എന്താ ഗുണം, ഈ ന്യൂറോൺ ഒരിക്കൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റിമുലേറ്റഡ് ആവുന്നു, ഇത് വീണ്ടും ഇങ്ങോട്ട് സ്റ്റിമുലേറ്റഡ് ആവുന്നു. ഇങ്ങനെ ദിസ് വിൽ ഗെറ്റ്, നമുക്ക് കൂടുതൽ നേരം നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റിമുലേഷൻ കിട്ടിക്കൊണ്ടേ. ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഹിബിറ്ററി ന്യൂറോൺസും കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഹിബിറ്ററി എഫക്റ്റും കിട്ടും. സോ അപ്പൊ നമുക്കൊരു റിതമിക് ആയിട്ട് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ, സ്റ്റിമുലേഷനും റിലാക്സേഷനും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള റിവർബേറ്ററി ഓസിലേറ്ററി സർക്യൂട്ട്സ്. ഉദാഹരണം റെസ്പിറേഷൻ, അല്ലെ, കുറച്ചു നേരം ശ്വാസം വലിക്കണം, കുറച്ചു നേരം നിൽക്കണം. സോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് സെൽഫ് പെർപെച്വേറ്റിംഗ് ആൻഡ് റീഇൻഫോഴ്സിംഗ് സർക്യൂട്ട് എന്നാണ് നമ്മൾ വിളിക്കുക. സെൽഫ് പെർപെച്വേറ്റിംഗ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുന്ന, റീഇൻഫോഴ്സിംഗ് ആയിട്ടുള്ള ആഫ്റ്റർ ഡിസ്ചാർജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തരം സർക്യൂട്ടിനെയാണ് നമ്മൾ റിവർബേറ്ററി ഓർ ഓസിലേറ്ററി സർക്യൂട്ട്സ് എന്ന് വിളിക്കുക. ഇനി അടുത്തത് നമുക്ക് പാരലൽ ആഫ്റ്റർ ഡിസ്ചാർജ്. ഇതിനാണ് നമ്മൾ പാരലൽ ആഫ്റ്റർ ഡിസ്ചാർജ് എന്ന് പറയുന്ന തരം സർക്യൂട്ടാണ്. ഇവിടെ നോക്കി എന്താ നമ്മൾ കാണുക, ഈ ഒരു ന്യൂറോൺ ആയിട്ട് കണക്റ്റഡ് ആണ്. ദിസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ന്യൂറോൺ മറ്റ് രണ്ട് ന്യൂറോൺ കഴിഞ്ഞിട്ടും കണക്റ്റഡ് ആണ്. ഇതിവിടെ രണ്ട് ന്യൂറോൺ കാണാം, ഇവിടെ 1, 2, 3 ന്യൂറോൺ കഴിഞ്ഞ് കണക്റ്റഡ് ആവാം. അപ്പൊ ഇവിടുന്ന് ഈ ന്യൂറോൺ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക, ഒരു സ്റ്റിമുലേഷൻ ഇവിടെ വരുന്നു. ഇത് അടുത്ത സ്റ്റിമുലേഷൻ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഇതിനെ സ്റ്റിമുലേറ്റ്
സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റിമുലേഷൻ വരുന്നു, മൂന്നാമത്തെ സ്റ്റിമുലേഷൻ. ആദ്യം ഇത് വരും, പിന്നെ ഇത് വരും, പിന്നെ ഇത് വരും. സോ തുടർച്ചയായിട്ട് ഒരേ സോഴ്സിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ടൈമിങ്ങിൽ തുടർച്ചയായിട്ട് ഇമ്പൾസുകൾ വരികയാണ്. ഒരേ സമയം ഒരേ കാര്യം തന്നെ വിവിധ വേഗത്തിൽ നമ്മുടെ അടുത്ത റിസപ്റ്ററിലേക്കോ അടുത്ത ഭാഗത്തേക്കോ എത്തുന്നു. 3 വ്യത്യസ്തമായ സമയങ്ങളിലാണ് വരുന്നത്. കൺവേർജൻസും ഉണ്ട്, ഡൈവേർജൻസും. സോ ഇങ്ങനെ വരുന്ന ഇമ്പൾസുകളെ നമ്മൾ വിളിക്കുക ബേസ്റ്റ് ഓഫ് ഇമ്പൾസസ് എന്നാണ് നമ്മൾ ഇവയെ വിളിക്കുക. ബേസ്റ്റ് ഓഫ് ഇമ്പൾസ്. കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ ആക്ടിവേഷനൊക്കെ വേണ്ട സമയത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള കോംപ്ലക്സ്. ഉദാഹരണത്തിൽ കണ്ണിൽ ഇങ്ങനെയുള്ള സർക്യൂട്ടുകൾ നിരവധി. ഇനി വേറൊരെണ്ണമുള്ളത് സിനാപ്റ്റിക് ആഫ്റ്റർ ഡിസ്ചാർജ് എന്ന് പറയും. ഓക്കെ, പ്രൊലോങ്ഡ് ആക്ഷൻ വേണ്ട ഡിസ്ചാർജ് ആണ്. ഒറിജിനൽ സിഗ്നൽ പോയാലും പിന്നെയും ഇങ്ങനെ അതിന്റെ എഫക്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ലഭിച്ച ഇൻഫർമേഷൻ എങ്ങനെ പ്രോസസ് ചെയ്യും എന്ന് വെച്ചാൽ പ്രോസസ്സിംഗ് ഓഫ് ദിസ് ഇൻഫർമേഷൻ എങ്ങനെ പ്രോസസ് ചെയ്യുന്ന വെച്ചാൽ 2 രീതിയിലാണ് പ്രോസസ് ചെയ്യുക. ഒന്ന് സീരിയൽ പ്രോസസ്സിംഗ് എന്നാണ് പറയുക. സീരിയൽ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോൺ. സോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടു എന്ന് വെച്ചാൽ ഓക്കെ കണ്ടു, അത്രേ ഉള്ളൂ. ആ ഇൻഫർമേഷനെ കുറിച്ച് അത്രയും വിവരമേ ഉള്ളൂ. മറ്റങ്ങനെയല്ല, പാരലൽ പ്രോസസ്സിംഗ് ആണ്. ഇവിടെ ഒരു ഇൻഫർമേഷൻ വരുന്നു, ഓക്കെ കണ്ടു എന്നാണെങ്കിൽ ഓക്കെ കണ്ടു, അതൊരു കാര്യം. ഇനി ബ്രെയിനിന്റെ ഇപ്പോൾ ഓർമ്മ സെന്ററിലേക്ക് ഇങ്ങനെ ഒരു സാധനം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടോ, അങ്ങനെ ആ പ്രോസസ്സിംഗിലേക്ക് പോകുന്നു. അപ്പോൾ അതിനൊരു സ്മെല്ലുണ്ടെന്ന് വിചാരിക്കുക, ആ സ്മെല്ലിന്റെ സെന്ററിലേക്ക് പോകുന്നു. അതിന്റെ രൂപം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യം. ഇമോഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമോഷൻസോ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. മനുഷ്യനിൽ നമുക്ക് ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് പാരലൽ പ്രോസസ്സിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കപ്പോൾ എല്ലാം കൂടി ചേർന്നൊരു ഫൈനൽ ഇൻപുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ നമ്മൾ ന്യൂറോണിലാണ് തുടങ്ങിയത്. ന്യൂറോണുകളെ പറ്റി പറഞ്ഞു, ന്യൂറോണിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ ന്യൂറോണിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് കണ്ടു. ദെൻ മൂന്നാമത്തത് നമ്മൾ കണ്ടത് ന്യൂറോണൽ സർക്യൂട്ടുകൾ എങ്ങനെയാണെന്ന്. സോ പരീക്ഷയ്ക്ക് സാധാരണ സ്ട്രക്ചർ ചോദിച്ചിട്ട് മേ ബി അതിന്റെ ഒരു 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഓപ്ഷനായിട്ട് ടൈപ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞത്. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.